അപമാനിച്ച് സംസാരിക്കാനുള്ള സാഹചര്യം പാർട്ടിക്കുള്ളിലുണ്ട്, തനിക്കെതിരെയാണ് എല്ലാവരും എന്നുള്ള വിമർശനമുണ്ട്. നേരത്തെ സജി ചെറിയാനൊക്കെതിരെ അദ്ദേഹം നേരിട്ട് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, തന്നെ അപമാനിക്കുന്നവരൊക്കെ ഈ വത്സല ശിഷ്യന്മാരാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ബാധു, അതിനകത്തെ പ്രശ്നം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനങ്ങളുമൊക്കെ നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ അംഗത്വമുള്ളവർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികളൊക്കെ ജി സുധാകരന്റെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് പാർട്ടിയോട് പല വിധത്തിലുള്ള പരാതി ജി സുധാകരൻ പറഞ്ഞു. അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വം എടുത്തിരുന്നത്. അത് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നുണ്ടായിരുന്നു. ഒരളവോളം കടന്ന് ജി സുധാകരൻ ഇപ്പോൾ എടുത്ത തീരുമാനം ഏതാണ്ട് ഒരു 6-7 മാസം മുമ്പ് എടുക്കാൻ, അതായത് പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന തീരുമാനത്തിന്റെ അടുത്തേക്ക് വരെ ജി സുധാകരൻ പോയതാണ്. അന്നാണ് CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി MA ബേബി വരുന്നത്, മധുര കോൺഗ്രസ് MA ബേബിയെ തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നാട്ടിലെത്തിയ സമയത്ത് പ്രധാനപ്പെട്ട CPM നേതാക്കളെ കാണുന്ന സമയത്ത് ജി സുധാകരന്റെ ആലപ്പുഴയിലെ വീട്ടിൽ MA ബേബി എത്തി. അന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. ആ ചർച്ചയിലാണ് ഇനി പാർട്ടിക്കൊപ്പം ജി സുധാകരൻ ഉണ്ടാകും, ജി സുധാകരനെ പാർട്ടി മൈൻഡ് ചെയ്യും, എല്ലാ പരിപാടികളിലും വിളിക്കും എന്ന ഉറപ്പ് അന്ന് ജി സുധാകരന് MA ബേബി നൽകിയതാണ്. അതിനിടയിൽ MV ഗോവിന്ദനും ജി സുധാകരൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ജി സുധാകരനുമായി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസ്ഥാനത്തിന്റെ മേഖലകൾ കേന്ദ്രീകരിച്ച്, വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ ചർച്ച ഉണ്ടായതൊക്കെ വലിയ സന്തോഷത്തോടു കൂടി, ഒരുപക്ഷെ വലിയ സന്തോഷത്തോടു കൂടി ജി സുധാകരൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടതാണ്. പക്ഷേ അതിനുശേഷം എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണവും അതിനുശേഷവുമുള്ള ഈ പരിഹാസം എന്ന് ജി സുധാകരന് തോന്നിയ ചിരിയും ഒക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനീഷ് മഹിബാൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങൾക്കൊപ്പം നിൽക്കും, പക്ഷേ പാർട്ടി ബന്ധം ഒരുപക്ഷെ ജി സുധാകരന്റെ പൊക്കൽക്കൊടി പോലെ ബന്ധമുള്ള ഒന്നാണ് പാർട്ടി. 63 വർഷം ഒരു പുരുഷായുസ് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന ഒന്ന് വിച്ഛേദിക്കുകയാണ്. മാധു, സാങ്കേതികമായി CPM-ന്റെ പ്രാഥമിക അംഗത്വം ജി സുധാകരൻ പുതുക്കുന്നില്ലെങ്കിലും ജില്ലാ ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായി നിലനിൽക്കണമെങ്കിൽ CPM-ന്റെ അംഗത്വത്തിന്റെ ആവശ്യമില്ല എന്ന പ്രതികരണമായിരുന്നു അദ്ദേഹം നൽകിയത്. സംസ്ഥാന കമ്മിറ്റി അംഗമായി അദ്ദേഹം ഒഴിഞ്ഞ നിലവിൽ 5 വർഷം പൂർത്തിയാകുകയാണ്. ഈ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ളതൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് നേരിട്ട അവഗണന മാത്രമാണ്. കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ അദ്ദേഹത്തെ ക്ഷണിതാവായി വിളിച്ചിട്ടുള്ള, ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുള്ള പാർട്ടിയുടെ പൊതുപരിപാടികളിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മനഃപൂർവ്വമായി മാറ്റി നിർത്താൻ വേണ്ടി പാർട്ടിയിലെ പ്രത്യേകമായ ഒരു ലോബി പ്രവർത്തിച്ചു എന്ന ആരോപണം പാർട്ടിക്കകത്തും പുറത്തും ജി സുധാകരൻ നേരത്തെയും ഒളിയമ്പായി വിമർശിച്ചിട്ടുണ്ട്. അത് കവിതയായും കഥയായും അദ്ദേഹത്തിന്റെ പ്രസംഗമായും ഫേസ്ബുക്ക് പോസ്റ്റായും അദ്ദേഹം നിരന്തരം അത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ പാർട്ടി വേണ്ട ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. അദ്ദേഹത്തെ സംസ്ഥാന കൌൺസിലിൽ നിന്ന് അദ്ദേഹം സ്വയം ഒഴിവായി. പിന്നീട് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് പദവിയിലേക്കോ അദ്ദേഹത്തിന്റെ ആ പരിഗണന പാർട്ടി നൽകിയില്ല. ഇനി നിയമസഭാ കഴിഞ്ഞ ലോക്സഭയിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് MA ബേബിക്ക് കത്ത് നൽകിയെങ്കിലും അതിന് ജില്ലാ കമ്മിറ്റി അടക്കം അദ്ദേഹത്തിന്റെ പേര് അതിന് നിർദ്ദേശിച്ചില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം നേരിടുന്ന അവഗണന മാത്രമല്ല, മനഃപൂർവ്വമായി അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി CPM-ലെ ചില നേതാക്കൾ ശ്രമിക്കുന്നു എന്ന ആരോപണം എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നില്ല, അതിൽ നടപടിയെടുക്കുന്നില്ല? SFIയുടെ തന്നെ നേരത്തെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ യാതൊരുവിധ വിശദീകരണം പോലും പാർട്ടി ചോദിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ശിഷ്യൻ തന്റെ അച്ഛനെ പോലും അപമാനിച്ചുകൊണ്ട് പരാമർശം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ നിലവിൽ ഇപ്പോൾ പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഷം കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം അനുഭവിച്ച അവഗണനയുടെയും അദ്ദേഹം നേരിട്ട ഒറ്റപ്പെടലിന്റെയും അവിടെ പാർട്ടി നടത്തിയ ഗൂഢാലോചനയുടെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൗരവ സ്വഭാവത്തിലെടുത്തുകൊണ്ട് മുതിർന്ന നേതാക്കളെ ബുദ്ധിമുട്ടിപ്പിരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രതിവർഷം അടയ്ക്കുന്ന പാർട്ടി ലെവിയും ഒപ്പം തന്നെ വരിസംഖ്യയും അടയ്ക്കാതെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന വലിയ തീരുമാനമെടുക്കുന്നു. പക്ഷേ മറു ക്യാമ്പിൽ ജി സുധാകരൻ ഇപ്പോഴിതാ അത് കോൺഗ്രസുമായി നടത്തുന്ന ചർച്ചയാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിലടക്കം മത്സരിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുവെന്ന്
ഇപ്പോഴും CPM-ലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ സ്ക്രൂട്ടിനി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. വലിയ ചർച്ചയാകും കേരള രാഷ്ട്രീയത്തിൽ എന്നതിൽ സംശയമില്ല. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസമൊക്കെ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. അത് ഒരു തരത്തിലും കോൺഗ്രസിലേക്കുള്ളതല്ല. നാട്ടിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ തമ്മിലുള്ള കൂടിയാലോചനകളും സൗഹൃദ സന്ദർശനവും മാത്രമാണ് എന്നുള്ളത് രണ്ടു നേതാക്കളും വ്യക്തമാക്കിയതുമാണ്. പക്ഷേ സ്വാഭാവികമായും പ്രതിപക്ഷത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഇതിലുണ്ടാവുകയും ചെയ്യും.